ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഹല്ലേ ലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് പ്രിൻസി എന്ന മകളുടെ തലവേദന, കൂടെയുള്ള തലവേദന രോഗം മാറുന്നതിന് വേണ്ടി, അതുപോലെ നോവിയുടെ വള്ളത്തിന് ധാരാളം മത്സ്യസമ്പത്ത് കിട്ടുന്നതിന് വേണ്ടി, നിഷാലിൻ്റെ മദ്യപാനവും പുകവലിയും ദുശീലങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടി, അതുപോലെ ഷീല എന്ന മകളുടെ ക്യാൻസർ രോഗം മാറുന്നതിന് വേണ്ടി 4 പേരുടെ നിയോഗങ്ങളും കൂടാതെ നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം നിയമവർത്തന പുസ്തകം 28-ാം അധ്യായം 7-ാം തിരുവചനം. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയുടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. ഹല്ലേലൂയ. എത്ര സന്തോഷമാണല്ലേ. വചനം പറയാണ്, നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. അപ്പൊ നിനക്കെതിരായി വരുന്നവരെ കർത്താവ് തോൽപ്പിക്കും എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ ചെയ്താൽ എല്ലാ കാര്യത്തിലും നമുക്ക് വിജയം വരിക്കാൻ പറ്റും. ഒരുമിച്ച് പറഞ്ഞാൽ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച എല്ലാവരുടെയും നിയോഗങ്ങൾ പ്രത്യേകം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ മാസം 21, 22, 23 തീയതികളിൽ റൂഹ അഭിഷേക ഡെലിവറൻസ് ധ്യാനം നടക്കുകയാണ്. ഈ ധ്യാനത്തിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ധ്യാനം കൂടാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ധ്യാനത്തിന് വിളിക്കേണ്ട നമ്പർ കിടപ്പുണ്ട്. ആ നമ്പറിൽ വിളിച്ച് നിങ്ങളെല്ലാവരും ഈ ധ്യാനത്തിലേക്ക് വരണമെന്ന് ഈശോയുടെ നാമത്തിൽ നിങ്ങളെ സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് ഈ ധ്യാനം കൂടുന്നവരും ഇന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവരും എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.